ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പം നമ്മൾ കുറച്ച് പേരുടെ ഡൗട്ട് ആയിരിക്കും, നബാർഡിൻ്റെ നോട്ടിഫിക്കേഷൻ എന്നാണ് വരുന്നതെന്ന് കുറേ പേരുടെ ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ സാലറി എന്താണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് കുറേ പേർക്ക് ഡൗട്ടാണ്. അപ്പോൾ അതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നബാർഡ് എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. നബാർഡ് എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. അപ്പം അതിൽ ജോലി ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ചെയ്യുന്നതിന് തുല്യമാണ്. അതായത് ഒരു കേന്ദ്ര സർക്കാർ ജോലി തന്നെയാണ് നബാർഡിൽ ജോലി നേടുന്നതിനോടൊപ്പം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഏതൊരു ജോലിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സാലറിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നബാർഡിലെ ഒരു അസിസ്റ്റന്റ് മാനേജറിന് കിട്ടുന്ന സാലറി എത്രയും നോക്കാം. ഇപ്പം സാലറി റിവൈസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ബേസിക് പേ തന്നെ 62,500 ആണ്. 62,500 രൂപയാണ് ബേസിക് പേ വരുന്നത്. അലവൻസുകൾ എല്ലാം കൂടി ചേർത്തിട്ട് ടോട്ടലായിട്ട് ഗ്രോസ് പേ വരുന്നത് 1,50,000 രൂപയാണ് വരുന്നത്. ഇതിൽ ഡിഡക്ഷൻ വരുന്നുണ്ട്. ഡിഡക്ഷൻ വരുന്നത് 28,000 രൂപയാണ്. NPS കോൺട്രിബ്യൂഷൻ, ഇൻകം ടാക്സ് അങ്ങനെയുള്ള ഡിഡക്ഷൻസ് ആണ് വരുന്നത്. ഇൻ ഹാൻഡ് സാലറി എത്ര കിട്ടുന്നുണ്ട്? 1,22,000 രൂപ ഇൻ ഹാൻഡ് സാലറി കിട്ടുന്നുണ്ട്, ഡിഡക്ഷൻ പോയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സാലറി തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും നമുക്ക് നോക്കാം. മിനിമം ഏജ് എന്ന് പറയുന്നത് മിനിമം 21 വയസ്സും മാക്സിമം 30 വയസ്സുമാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 5 ഇയർ ഏജ് റിലാക്സേഷനും OBC കാൻഡിഡേറ്റ്സിന് 3 ഇയർ ഏജ് റിലാക്സേഷനും വരുന്നുണ്ട്. സോ മാക്സിമം 30 വയസ്സ് വരെ ജനറൽ കാൻഡിഡേറ്റ്സിന്, ബാക്കിയുള്ളവർക്ക് ഏജ് റിലാക്സേഷന് വരുന്നുണ്ട്. അപ്പോൾ ഏജ് റിലാക്സേഷൻ്റെ കാര്യമാണ് പറയുന്നത്. OBC കാൻഡിഡേറ്റ്സിന് 3 ഇയർ ഏജ് റിലാക്സേഷൻ കിട്ടുന്നത് വഴി 33 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാനും, SC/ST കാൻഡിഡേറ്റ്സിന് 5 ഇയർ ഏജ് റിലാക്സേഷൻ ആണ്. സോ അവർക്ക് 35 ഇയേഴ്സ് വരെ ഇത് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇതിൽ വരുന്നത് എക്സാമിനെ പറ്റിയാണ് പറയുന്നത്. ഇതിൽ നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട്. 4 എണ്ണം തെറ്റുമ്പോൾ 1 മാർക്കാണ് ഡിഡക്ട് ചെയ്യുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യന് 0.25 വെച്ചിട്ടാണ് ഡിഡക്ട് ചെയ്യുന്നത്. 2 സ്റ്റേജാണ്. ഫസ്റ്റ് എക്സാമിൻ്റെ വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിലിംസ്, മെയിൻസ്, ദെൻ ഇതിനൊരു സൈക്കോമെട്രിക് ടെസ്റ്റ് പ്ലസ് ഇൻ്റർവ്യൂ ആണ് വരുന്നത്. അപ്പോൾ പ്രിലിംസ് വരുമ്പോൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്, മെയിൻസ് വരുമ്പോഴും ഒബ്ജക്റ്റീവ് ആയിട്ടാണ്. അതായത് നമ്മൾ ഓപ്ഷൻസ് തരും, നമ്മൾ അതിൽ നിന്ന് ആൻസേഴ്സ് ചൂസ് ചെയ്യുക. ദെൻ ഇതിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷനാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ്, സ്പെസിഫിക് ആയിട്ട് സബ്ജക്റ്റ് ഒന്നും പറയുന്നില്ല. ദെൻ അതിൽ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ 60% മാർക്കാണ് ആവശ്യം. 55% ഫോർ SC/ST കാൻഡിഡേറ്റ്സ്. നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 55% ആണ് മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇനി എക്സാം പ്രിലിംസിനെ പറ്റി നമുക്ക് നോക്കാം. അതിൽ വരുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് റീസണിങ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ഇത്രയും സെക്ഷന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മാർക്സ് എത്രയാണ് ഈച്ച് ക്വസ്റ്റ്യന് കിട്ടുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിന് വരുന്ന സെയിം പാറ്റേൺ ആണ്. അപ്പോൾ ബാങ്ക് എക്സാം, SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരിക്കും റീസണിങ്ങിൻ്റെ, ഇംഗ്ലീഷിൻ്റെ, കമ്പ്യൂട്ടറിൻ്റെ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ എല്ലാം. അതായത് നമ്മൾ അതിലെല്ലാം പഠിക്കുന്ന സെക്ഷൻസ് ആണ്. എക്സ്ട്രാ ഇതിൽ വരുന്നത് ഡിസിഷൻ മേക്കിംഗ്, ജനറൽ അവയർനെസ്, എക്കോണമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂ, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് വരുന്നത്. സോ ഈ ഒരു 4 സെക്ഷൻസ് ആണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു 4 സെക്ഷൻസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ഒരു നബാർഡിൻ്റെ അസിസ്റ്റന്റ് മാനേജറിൻ്റെ പോസ്റ്റിലേക്ക് കയറാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ലൊരു സാലറി നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ദെൻ ഇനി നമുക്ക് ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് 200 മാർക്സിനാണ് വരുന്നത്. 200 ക്വസ്റ്റ്യൻസ് 200 മാർക്ക് 120 മിനിറ്റ്സ് ആണ്. ഓൺലൈൻ മോഡാണ് എക്സാമിനേഷൻ. നെഗറ്റീവ് മാർക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇതിൻ്റെ മെയിൻസ് വരുന്ന സമയത്ത് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ആണ് വരുന്നത്. പേപ്പർ 1 ജനറൽ ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവ് ആണ്, 100 മാർക്ക് 90 മിനിറ്റ് ആണ്. ദെൻ പേപ്പർ 2 വരുമ്പോൾ എക്കോണമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂ പ്ലസ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് വരുന്നത്. ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും വരുന്നുണ്ട്. 100 മാർക്സിന് 120 മിനിറ്റ്സ് ആണ് ടൈം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻസിൻ്റെ പാറ്റേൺ വരുമ്പോൾ വരുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പ്രിലിംസിന് പറഞ്ഞ സെക്ഷൻസ് ആണ്. എക്കോണമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂ, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് മെയിൻസിന് വരുന്നത്. ദെൻ പേപ്പർ 2 എന്നതിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ 30 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, 6 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ 4 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്
മെയിൻസ് മാർക്സ് ആർ കൗണ്ടഡ് ഫോർ ഫൈനൽ മെറിറ്റ്സ്. അപ്പോൾ മെയിൻസിന്റെ മാർക്ക് വെച്ചിട്ടായിരിക്കും ഫൈനലായിട്ട് സെലക്ഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് തീരുമാനിക്കുന്നത്. നെഗറ്റീവ് മാർക്സ് ആപ്ലിക്കബിൾ ഓൺലി ഇൻ ഒബ്ജക്റ്റീവ് സെക്ഷൻ. ഒബ്ജക്റ്റീവ് സെക്ഷനിൽ മാത്രമാണ് നെഗറ്റീവ് വരുന്നത്, ഡിസ്ക്രിപ്റ്റീവിന് നെഗറ്റീവ് വരുന്നില്ല. ഓക്കെ, നോ നെഗറ്റീവ് മാർക്സ് ഇൻ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓൺലൈനാണ് എക്സാം വരുന്നത്. ഓക്കെ, ഇത്രയാണ് മെയിൻസിനെ പറ്റി പറയാനുള്ളത്. ഇന്റർവ്യൂ വരുന്ന സമയത്ത് ഇന്റർവ്യൂ മാർക്സ് 50 മാർക്സ് ആണ്. ഇന്റർവ്യൂ ഈസ് കമ്പൽസറി. ഇന്റർവ്യൂ കമ്പൽസറി ആയിട്ടും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു സെക്ഷനാണ് ഇന്റർവ്യൂവിന്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിലെ എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മെയിൻസിന് ശേഷമാണ് സൈക്കോമെട്രി ടെസ്റ്റ് വരുന്നത്. ദെൻ ഇതിന് ശേഷം ഫൈനൽ സെലക്ഷൻ മെയിൻസ് ഇന്റർവ്യൂവിന്റെ മാർക്ക് ചേർത്തിട്ടായിരിക്കും വരുന്നത്. അത് കമ്പൈൻ ചെയ്ത് നോക്കിയിട്ടായിരിക്കും വരുന്നത്. ഇന്റർവ്യൂ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ നബാർഡിന്റെ അസിസ്റ്റന്റ് മാനേജറിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ SSC ബാങ്കിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലെ ഏറെക്കുറെ 4 സെക്ഷൻസ് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. എക്സ്ട്രാ വരുന്ന സെക്ഷൻസ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഈ ഒരു സെക്ഷൻ നിങ്ങൾ പഠിച്ചെടുക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ നബാർഡിന്റെ അസിസ്റ്റന്റ് മാനേജറായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതാണ്. സോ എല്ലാവരും നല്ലപോലെ പ്രിപ്പറേഷൻ ചെയ്യുക. എല്ലാവരും നല്ല രീതിക്ക് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.